ഈ ചൂടത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്ന് എനിക്കറിയാം. ഇന്നലെ നീറ്റ് പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ നീറ്റ് പരീക്ഷ എഴുതാൻ ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് മാത്രം നീറ്റ് പരീക്ഷ എഴുതിയത്. 25 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് ഈ നീറ്റ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ MBBS കിട്ടുക, ഡോക്ടർ ആവുക എന്നുള്ള മോഹം അത് ചെറിയ സ്വപ്നമൊന്നുമല്ല. ആ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ അതിൽ നിങ്ങളെ ബഹുമാനിക്കുക കൂടി ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ MBBS സ്വപ്നം ഉള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സുവർണാവസരം ഒരുക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. ഇന്ത്യസ് ഫസ്റ്റ് MBBS എബ്രോഡ് എക്സ്പോ കേരളത്തിലെത്തുന്നു. 10 രാജ്യങ്ങളിലെ മികച്ച 15 മെഡിക്കൽ സർവകലാശാല പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കാൻ അവസരം ഒരുക്കുകയാണ് റിപ്പോർട്ടർ. മെഡിക്ലിക് 2024 ഇൻ അസോസിയേഷൻ വിത്ത് ക്ലിക്ക് എഡ്യൂ 5 ജില്ലകളിലായി നടക്കുന്നു. ക്ലിക്ക് എഡ്യൂ ഡയറക്ടർ ഡോക്ടർ സൂരജ് ലാൽ നമുക്കൊപ്പം കോഫി വിത്ത് അരുണിൽ അതിഥിയായിട്ട് എത്തുകയാണ്. നമുക്ക് ഡോക്ടർ സൂരജ് ലാലിനെ ഒന്ന് ക്ഷണിക്കാം. ഡോക്ടർ സൂരജ് ലാൽ, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സൂരജ് ലാൽ. ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, ഡോക്ടർ എന്നുള്ളത് ഡോക്ടറാണ്. ഓക്കെ, പഠിച്ചത് എവിടെയാ? ഞാൻ യുക്രൈനിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോ എനിക്കൊന്ന് വിദേശത്ത് നിന്ന് MBBS പഠിച്ചു വരുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡാണ്. ഉക്രൈനിൽ പഠിച്ചു വന്നു. റഷ്യ ബോംബിടുന്നതിന് മുമ്പോ മുമ്പിട്ടതിന് ശേഷവും? ഞാൻ 2014 ആദ്യത്തെ വാർ നടക്കുന്ന സമയത്ത് ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നതാണ്. ആദ്യത്തെ വാർ നടക്കുമ്പോ, ഫസ്റ്റ് നടക്കുമ്പോ 2014. അപ്പൊ അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഈസ്റ്റേൺ സൈഡിലുണ്ട്, നമ്മുടെ സൈഡിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈഡിൽ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പൊ അതിനുശേഷം പിന്നീട് നാട്ടിൽ വന്നു, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നാട്ടിൽ വന്നു, പ്രാക്ടീസ് ചെയ്തു. 2009 മുതൽ നമുക്ക് ഈ സ്റ്റുഡൻസിനെ അസോസിയേറ്റ് ചെയ്ത ബിസിനസ്സും ഉണ്ട്. അപ്പൊ ക്ലിക്ക് എഡ്യൂ എന്നാണ് ഇതിന്റെ ബ്രാൻഡിന്റെ പേര്. അതെ. അപ്പൊ നമ്മുടെ ഈ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ വലിയ സാധ്യതകൾ, വിദേശ രാജ്യങ്ങളിലുള്ള സാധ്യതകൾ, അവിടെയുള്ള എക്സ്പേർട്സിനെ തന്നെ നമ്മൾ കൊണ്ടുവരികയാണ്. അവിടെ പഠിച്ചിറങ്ങിയവര് ഇല്ല, പഠിച്ചിറങ്ങിയവരില്ല സാർ. ആക്ച്വലി ഇത് തിങ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്ന സമയം തൊട്ടുള്ള പ്രശ്നം എന്താ ഓപ്ഷൻസ് ഉള്ളതെന്നുള്ളത്, എത്രത്തോളം ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള പാരൻസും സ്റ്റുഡൻസിനും അറിയത്തില്ല. സോ ഈ എക്സ്പോയിലൂടെ നിലവിൽ അവർക്കുള്ള എല്ലാ ഓപ്ഷൻസും ഒരു കുടക്കീഴിലെത്തുകയാണ്. സോ ഒരു പാരന്റ് നമ്മുടെ എക്സ്പോയിൽ വന്നു കഴിഞ്ഞാൽ, സ്റ്റുഡൻറ് എക്സ്പോയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് A to Z ഇൻഫർമേഷൻ എക്സ്പോയിലൂടെ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എക്സ്പോ എന്ന വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. മെഡിക്ലിക് 2024 ഇൻ അസോസിയേഷൻ വിത്ത് ക്ലിക്ക് എഡ്യൂ 5 ജില്ലകളിലായിട്ട് നടക്കുകയാണ്. നമുക്ക് അതിൻ്റെ പരസ്യ ലോഞ്ചാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. സൂരജ് ലാലിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പരസ്യ ലോഞ്ചിലേക്ക് പോകുന്നു. മെഡിക്ലിക് 2024 ഇൻ അസോസിയേഷൻ വിത്ത് ക്ലിക്ക് എഡ്യൂ കാണാം. India's first MBBS Abroad Expo. Reporter Mediclick 2024 in association with Click Edu. കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം, കോഴിക്കോട് എന്നീ 5 ജില്ലകളിൽ വെച്ച് നടക്കുന്നു. 10 രാജ്യങ്ങളിലെ മികച്ച 15 സർവകലാശാല പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കാനുള്ള സുവർണാവസരം. വിദേശത്ത് MBBS പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളിൽ നിന്നും നിങ്ങൾക്ക് സംശയങ്ങളും ആശങ്കകളും ചോദിച്ചറിയാം. വിദേശത്ത് MBBS പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയും നഷ്ടപ്പെടുത്തുവാൻ പാടില്ലാത്ത അപൂർവ അവസരം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8111996000. അപ്പോൾ ഡോക്ടർ ആവുക എന്ന് സ്വപ്നം കാണുന്നവർക്ക് അതിന് ഇന്ത്യയിലുള്ള വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമുള്ള നമ്മളുടെ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുറത്ത് കോളേജുകളിൽ പഠിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് സൂരജ് ലാലും സംഘവും. സൂരജ്, നമുക്ക് ലോഗോ കൂടി ഒന്ന് കണ്ടിട്ട് വരാം, പ്രേക്ഷകരെ ഒന്ന് കാണിച്ചിട്ട് വരാം. അപ്പോൾ മെഡിക്ലിക് 2024 ഇൻ അസോസിയേഷൻ വിത്ത് ക്ലിക്ക് എഡ്യൂ, ഇതാണ് ക്ലിക്ക് എഡ്യൂവിൻ്റെ ലോഗോ. ഈ ക്ലിക്ക് എഡ്യൂ ആണ് ഈ വലിയ എക്സ്പോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെയൊക്കെ കുട്ടികളുടെ സ്വപ്നങ്ങൾ ഒരു തരത്തിലും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ചിലവായിരിക്കും സ്വാഭാവികമായും സൂരജ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറുക. ഇപ്പോൾ ഉക്രൈനിലൊക്കെ പോയി പഠിച്ചിട്ടൊക്കെ വരുമ്പോൾ അത് സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാൻ പറ്റുമെന്നൊരു ചോദ്യമൊക്കെ ഉണ്ടാവും. അത് എങ്ങനെയാണ് നമ്മൾ അവരോട് വിശദീകരിക്കുക? സർ, തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് നാട്ടിൽ ഒരു 25 ലക്ഷം സ്റ്റുഡൻസ് ഈ വർഷം നീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 1 ലക്ഷം സീറ്റ് മാത്രമേ നാട്ടിലുള്ളൂ. അതിലും 50,000 സീറ്റുള്ളൂ ഗവൺമെൻറ് സീറ്റ്സ്. സോ അതർ ദാൻ ദാറ്റ് നമുക്ക് വേണമെങ്കിൽ 60-70 1.5 കോടി രൂപയാണ് ഒരു MBBS പഠനത്തിന് ചിലവ് വരുന്നത്. ഇപ്പോൾ നമുക്ക് വിദേശത്ത് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു 25 to 30 ലക്ഷം രൂപയ്ക്കകത്ത് മുഴുവൻ ചിലവും തീരുകയാണ്. അതും 6 വർഷമായിട്ട് കുട്ടികൾ പേ ചെയ്താൽ മതി. സോ ഇതുകൊണ്ടാണ് കുട്ടികൾ ഒരുപാട് പേര് അത് ഓപ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. അതൊരു മിഡിൽ ക്ലാസ്സിലോ ലോവർ മിഡിൽ ക്ലാസ്സിലോ ഉള്ളവർക്ക് ലോൺ എടുത്തുകൊണ്ട് തന്നെ പോയി പഠിക്കാൻ കഴിയുന്ന. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊരു വലിയ എക്സാമ്പിൾ ആണ്. സോ അത് തന്നെയാണ് നമ്മൾ. പശ്ചാത്തലം എന്താ?
ഞാൻ വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നമാണ് ഇത് ചെയ്യണം, പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ നമ്മുടെ പാരൻസിൻ്റെ വലിയ എഫേർട്ടാണ് നമ്മൾ പോയത്, നമ്മൾ പഠിക്കാൻ പോയതൊക്കെ. പക്ഷെ നമ്മൾ പോയപ്പോൾ നമ്മൾ അനുഭവിച്ചതായ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ അത് മുൻകണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് നമ്മൾ ഈവൻ ഒരു ബിസിനസ്സായിട്ടൊന്നുമില്ല, നമ്മളൊരു സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യണ ഒരു യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത ഒരു വലിയ ഓർഗനൈസേഷനായിട്ട് മാറി. ഇപ്പോൾ എത്ര വിദ്യാർത്ഥികളെ ഈ സൂരജിന്റെ സംരംഭം പുറത്തു കൊണ്ടുപോയി ഡോക്ടർ? നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ 15 വർഷത്തിനിടയിൽ ഒരു 15,000 പുറത്ത് ആൾക്കാരെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, ഗൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3000-ലധികം സ്റ്റുഡൻസ് ഓൾറെഡി ഗ്രാജുവേറ്റ് ആയിട്ടുണ്ട്. 3000-ലധികം ഡോക്ടർമാർ ഇതേപോലെ വിദേശ സർവകലാശാലകളിൽ പോയി പഠനം നടത്തി പുറത്തിറങ്ങി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇവിടെയും പുറത്തും പ്രാക്ടീസ്. നമ്മുടെ ഈ ക്ലിക്കേജ് എന്നുള്ള ഓർഗനൈസേഷൻ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പോർട്ടലിൽ ഈ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഗ്രാജുവേറ്റ് ആയ ഡോക്ടേഴ്സോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ US പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പോർട്ടലിൽ ഈ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അവർക്ക് ആ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മെൻറ്റോർഷിപ്പ് എപ്പോഴും കിട്ടും, ഈ ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ബേസിക്കലി റിയൽ ഇൻഫർമേഷൻ അവരുടെ ഹാൻഡ്സിൽ എപ്പോഴും കിട്ടുമെന്നുള്ളതാണ് നമ്മൾ. അതായത് എന്താണ് നിങ്ങൾ ഇപ്പം ഏതൊക്കെ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്? ഇപ്പോൾ യൂറോപ്പ് മാത്രമാണോ അതോ അല്ല മറ്റു? നമ്മുടെ ഇതിനകത്ത് നമ്മുടെ എക്സ്പോയ്ക്കകത്ത് പോളണ്ടിൽ നിന്ന് ഡെലിഗേറ്റ് വരുന്നുണ്ട്, ഹംഗറിയിൽ നിന്ന് ഡെലിഗേറ്റ് വരുന്നുണ്ട്, നമ്മുടെ CIS കൺട്രി കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഡെലിഗേറ്റ്സ് വരുന്നുണ്ട്, ജോർജിയയിൽ നിന്ന് ഡെലിഗേറ്റ് വരുന്നുണ്ട്, റഷ്യയിൽ നിന്ന് വരുന്നുണ്ട് ഡെലിഗേറ്റ്. സോ ഇപ്പോൾ നിലവിലുള്ള 5 ജില്ലകളിലും ഉണ്ടാവും. 5 ജില്ലകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ കുട്ടികൾക്കും എത്തിച്ചേരാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് 5 ജില്ലകൾ. അതായത് ഈ എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്ക് ഈ താല്പര്യമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിയാൽ അവർക്ക് ഏതൊക്കെ സർവകലാശാലകൾ ഉണ്ട് എന്നുള്ളത് കാണാം, ഏതൊക്കെ സ്ഥലത്താണെന്ന് അറിയാം, അവിടേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് മുതൽ അവിടെ നിന്നുള്ള വിസ പ്രൊസീജിയർ അടക്കം, ഒടുവിൽ ഈ ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഉള്ള സാധ്യത വരെ അവർക്ക്. അതിലും മോൾ അതെ സർ, ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എന്തൊക്കെ സാഹചര്യം ഉണ്ടോ അതെല്ലാം ഇവർ കാണാം. സോ ബേസിക്കലി ഇവർക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഇവർക്ക് ഫിനാൻഷ്യലി പ്ലാൻ ചെയ്യാം, എനിക്ക് ഏത് രാജ്യമാണ് അനുയോജ്യമായിട്ട് വരിക, അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയർ ഏതാ വേണ്ടേ. അതിനപ്പുറം നമ്മുടെ ഡോക്ടേഴ്സ് എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. സോ ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇവരുടെ ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ഡിസയർ ആയിട്ടുള്ള, വളരെ മുൻകൂട്ടി കാലുന്ന കുട്ടികളാണ്. സോ ഒരുപാട് പേർക്ക് ഇപ്പോൾ US പ്രാക്ടീസ് ചെയ്യണം, UK പ്രാക്ടീസ് ചെയ്യണം. സോ ഈ ഡോക്ടേഴ്സ് നമ്മൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. സോ ഇവർക്കൊരു കംപ്ലീറ്റ് ഗൈഡൻസ്, അതായത് അടുത്തൊരു 10 വർഷം ഇവർക്ക് എക്സ്പോയിൽ പ്ലാൻ ചെയ്യാം. സോ അതാണ് ഈ എക്സ്പോയുടെ നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങളും നിങ്ങൾ സഹായം ചെയ്യുന്നു? സർ സാമ്പത്തിക സഹായം എന്താണ്, നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡോക്യുമെന്റ്സ് എന്താണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം, അതെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ എക്സ്പോ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്ലാനാവും, എവറിത്തിങ് എല്ലാം സെറ്റ് ആവും. അപ്പം ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമുക്ക് 18-ാം തീയതി കൊച്ചിയിൽ നിന്നാണ് എക്സ്പോ സ്റ്റാർട്ട് ചെയ്തത്. 19-ാം തീയതി നമുക്ക് ട്രിവാൻഡ്രത്താണ് എക്സ്പോ, 21-ാം തീയതി കോട്ടയത്തും, 23 മലപ്പുറം, പിന്നെ 26-ാം തീയതി കോഴിക്കോടും. ഓക്കെ, അപ്പോൾ ഈ എക്സ്പോയിലേക്ക് വരിക, വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികൾ നേരിട്ട് അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നിങ്ങളോട് പറയും, എത്ര രൂപ ചെലവ് വരും, ആദ്യഘട്ടത്തിൽ എത്ര രൂപ നിങ്ങൾ അടയ്ക്കണം. അപ്പം ഒരു പ്രധാനപ്പെട്ട സംശയമുള്ളത്, ഇത് തുടങ്ങുമ്പോൾ വലിയ രീതിയിൽ ആദ്യഘട്ടത്തിൽ വലിയ തുകയൊക്കെ മുടക്കേണ്ടി വരുമോ, ചുരുങ്ങിയ സമയം കൊണ്ട് പണം കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടുമല്ലോ എന്നുള്ളതാണ്. നമുക്ക് ബേസിക്കലി ഒരു സ്റ്റുഡന്റിന് പുറത്ത് മെഡിസിൻ പഠിക്കാൻ പോകാനായിട്ട് ഒരു 5 മുതൽ 8 ലക്ഷം രൂപയ്ക്കകത്ത് ചിലവ് വരത്തുള്ളൂ ആദ്യത്തെ വർഷം വിദേശത്ത് പഠിക്കാൻ പോകാൻ. പിന്നെ ഓരോ വർഷവും 2-2.5 ലക്ഷം രൂപയുടെ ഫീസ് അവർക്ക് വരുന്നത്. ഇതിന് പുറമെ അവരുടെ ലിവിംഗ് എക്സ്പെൻസും കാര്യങ്ങളും. അവിടെ കുട്ടികളൊക്കെ സുരക്ഷിതരാണോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായി. നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ്, നമ്മൾ ഈ സ്റ്റുഡന്റ് ലൈഫ് ജീവിച്ച ആളാണ്. ഇപ്പോൾ ബേസിക്കലി ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് സ്റ്റുഡന്റ് ലൈഫ് ജീവിച്ച ആളാണ്. ഈ മറ്റു 3000 സ്റ്റുഡൻസിൻ്റെ കൂടെ ഞാൻ സ്റ്റുഡന്റ് ലൈഫ് ജീവിച്ച ഒരാളാണ്. സോ എക്സ്ട്രീംലി ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് സാർ ഈ കുട്ടികൾ റാഗിങ് അല്ലെങ്കിൽ പെൺകുട്ടികൾ സേഫ് ആണോ ഇതൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചാൽ വളരെ വളരെ സേഫാണ് കുട്ടികൾ. ആക്ച്വലി ഈ സ്ഥലങ്ങളെല്ലാം സേഫായ സ്ഥലങ്ങളാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും കളിപ്പീര് പറ്റുമോ എന്നൊക്കെ ആയിരിക്കുമല്ലോ ആൾക്കാർക്ക് സംശയം ഉണ്ടാവുക. കാര്യം ഈ വിസയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളൊക്കെ നടക്കുന്നു, മനുഷ്യക്കടത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ ഈ റഷ്യയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ എക്സ്പോയിൽ വരാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾക്കും ആദ്യം ഉണ്ടാകുന്നത്, യഥാർത്ഥത്തിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പം വരുമോ, പാതി വഴിക്ക് വെച്ച് പഠനം നിർത്തേണ്ടി വരുമോ, ഇതിന് ശേഷം ഇവരുടെ സഹായം തുടർച്ചയായിട്ട് കിട്ടുമോ, അപ്പോൾ ഒരു ഈ ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റും. അതായത് നിങ്ങൾ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെ നിങ്ങളുടെ ഒരു സഹായം അവർക്ക് കിട്ടും. അതിനാണല്ലോ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ എക്സ്പോയിൽ കുട്ടികൾ സ്റ്റുഡൻസ് വരുമ്പോൾ ഡെലിഗേറ്റ്സിന് ഡയറക്റ്റ് ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒന്ന്, സോ ആ ഗ്യാരണ്ടി അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. 2, ഓൾറെഡി ഈ സ്റ്റഡീസ് ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയായിട്ട് അവർ സംബന്ധിച്ച് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിനെല്ലാം നമ്മൾ ഇവർക്ക് ഗൈഡൻസിന് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സോ ദേ ക്യാൻ ടേക്ക് എല്ലാ ഇൻഫർമേഷൻ. MBBS മാത്രമേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ, PG കൊടുക്കുന്നുണ്ടോ? ഇല്ല സർ, PG നമുക്ക് കൊടുക്കേണ്ട സർ. ആക്ച്വലി അതാണ് PGക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യേണ്ടത്. എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ആപ്പിൽ നിന്നാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് റെഫറൻസ് നമുക്ക് നോക്കേണ്ടത്. സോ ഇത് നമ്മൾ കംപ്ലീറ്റ് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ട് ഇപ്പോൾ ഫോക്കസ് അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കും. ഇത് MBBSന്റെ ഈ കാര്യത്തിലുള്ള കൗൺസിലിംഗ്. അപ്പോൾ ഈ നാഷണൽ എക്സ്പോയിൽ പങ്കെടുക്കുന്നതിന് ഫീസ് ഉണ്ടോ?
ഒരു ഫീസും ഇല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് വന്ന് പങ്കെടുക്കാം. ഫ്രീയായിട്ടൊന്ന് പങ്കെടുക്കാം. ഫ്രീ ആയിട്ട് വന്ന് പങ്കെടുക്കുക, കാര്യങ്ങൾ കേൾക്കുക. അവർക്ക് കൺവിൻസിംഗ് ആണെങ്കിൽ നേരിട്ട് ഡെലിഗേറ്റ്സുമായിട്ട് സംസാരിക്കുക. അതിനുശേഷം അവരുമായിട്ട് സംസാരിച്ചാൽ മതി. സർ, ഡെലിഗേറ്റ്സുമായിട്ട് സംസാരിച്ചാൽ മതി. ഇപ്പോൾ ഇവർക്ക് ഈ എല്ലാ ഡെലിഗേറ്റ്സുമായിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മളോട് വേണമെങ്കിൽ ഒരു സെക്ഷൻ ഇരിക്കാം. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈ 15 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയ സ്റ്റുഡൻസിന്റെ റിവ്യൂസ് ഉണ്ട്. ആ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടോ ഇതിൽ? തീർച്ചയായിട്ടും. അതായത് നിങ്ങളുടെ സഹായത്തോടു കൂടി വിദേശ സർവകലാശാല പഠിച്ച് തിരിച്ചു വന്നവർ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ വിൻഡോ ആണ്. നിങ്ങൾ പല വിൻഡോയിൽ പോകണ്ട, ഒരു വിൻഡോയിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് എജ്യൂ, അത്രേ ഉള്ളൂ. അല്ലേ? കാര്യങ്ങൾ നടക്കും. ഓക്കെ, അതാണ് സൂരജ്. താങ്ക് യു സൂരജ് രാവിലെ എത്തിയതിൽ സന്തോഷം. അപ്പോൾ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ റിപ്പോർട്ടർ ടിവിയും ക്ലിക്ക് എജ്യൂയും കൂടി ചേർന്നാണ് പ്രേക്ഷകരിലേക്ക് ഈ നാഷണൽ എക്സ്പോ എത്തിക്കുന്നത്. മെഡി ക്ലിക്ക് 2024 ഇൻ അസോസിയേഷൻ വിത്ത് ക്ലിക്ക് എജ്യൂ 5 ജില്ലകളിലായിട്ട് നടക്കുന്നു. അപ്പോൾ പ്രേക്ഷകർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക.